ഈ പടച്ചോനെ, ഇതെല്ലാം പൂച്ച തട്ടി പറിച്ചിക്കണല്ലോ. ഓന്റെ ഒരു പൂച്ച. അയില മത്തി കോര നല്ല പിടക്കണ അയില പിടക്കണ മത്തി. എന്നാ മൂപ്പരോട് അവിടെ നിക്കാൻ പറയട്ടാ. മീൻ വേണ്ടേ? ആ താരങ്ങനെ മാറ്റിക്ക. മീൻ്റെ കാക്കല്ലോ ഇപ്പൊ. എന്താ ഇത്ര നോക്കാള്? 1 കിലോ നെയ്മീനങ്ങ് വാങ്ങിക്കോളി. നിങ്ങളെ അയൽവാസി ഇതാ വാങ്ങി. ഓല് വന്നിക്കണില്ലേ? രാത്രി വെളിച്ചം കണ്ടപ്പോഴേ തോന്നി ഓലൊക്കെ ഗൾഫാരല്ലേ. നമുക്ക് 1 കിലോ മത്തി എടുത്തോളി. താത്ത രാവിലെ തന്നെ മീൻപണിയിലല്ലേ? ഇതെപ്പ എത്തി? ഞങ്ങള് രാത്രി കൊറേ വൈകിട്ടാ എത്തിയത്. ഇനി കുറച്ചു ദിവസമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? എന്നാ തിരിച്ചു പോണത്? തുടങ്ങി വന്നാ തുടങ്ങി. എന്നാ പോണേന്ന് നിങ്ങൾക്കൊന്നും വേറെ ചോദിക്കാല്ലേ? ഞങ്ങൾ ഇനി പോണില്ല. ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനാ പ്ലാന്. എന്തേ? അതൊന്നുമല്ല ഇപ്പൊ വേജാറ്. മക്കളെ കാര്യം ആലോചിച്ചിട്ടാ. മക്കളെ സ്കൂളിൽ ചേർത്തണ കാര്യം ആലോചിച്ചിട്ടെന്നെ. അതിലിപ്പ എന്താ ആലോചിക്കാൻ? എന്റെ കുട്ടികളെ പഠിക്കുന്ന സ്കൂളില്ലേ? അതേതാ സ്കൂള്? അതൊന്നും ഞാൻ പറഞ്ഞാ തീരൂല. റിനോ, ഇങ്ങോട്ട് വാ. അന്റെ സംയുക്ത ഡയറി ഇല്ലേ, അതൊന്ന് കൊണ്ടുവാ. എനിക്കല്ല, ഞാൻ താത്താക്ക് കൊണ്ടു കൊടുക്ക്. GMUP ഇരുമ്പുഴിയോ? 1930 സ്ഥാപിതമായ ഇരുമ്പുഴി GMUP സ്കൂൾ ഇരുമ്പുഴി ദേശത്തിന്റെയും പ്രാന്തപ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസ, കലാ, കായിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന്റെ പ്രയാണം പൂർവാധികം ശോഭയോടെ തുടർന്നു പോരുന്നു. നവതിയുടെ നിറവിലെത്തി നിൽക്കുന്ന ഈ സർക്കാർ സ്ഥാപനം അക്കാദമിക മികവിനാലും ഉയർന്ന ഭൗതിക സൗകര്യങ്ങളാലും ജില്ലയിൽ തന്നെ 1-ാം നിരയിൽ സ്ഥാനം പിടിച്ചു എന്നത് ഏതൊരു ഇരുമ്പുഴി നിവാസിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇത്ര പാരമ്പര്യമുള്ള സ്കൂളാലേ? ഇനി ഒന്നും നോക്കാല്ല, ഇന്നെ ചേർക്കാൻ പോവാ. ഇനിയിപ്പൊ അവിടുന്ന് കണ്ടും കേട്ടും അറിയാലോ. പോയി വരി. ഞാനീ ഈ മീനൊന്നും ഉള്ളിൽ കക്കാൻ പോന്നതാ. ഇരുമ്പുഴി GMUP സ്കൂൾ സേവനപാതയിൽ 95 വർഷം പൂർത്തിയാക്കുകയാണ്. HM അബ്ദുൽ ലത്തീഫ് സാറിന്റെ നേതൃത്വത്തിൽ 60ഓളം അധ്യാപകരും അനധ്യാപകരുമായ ജീവനക്കാരും 1200ഓളം കുട്ടികളും നല്ലൊരു PTA അടങ്ങുന്ന വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇരുമ്പുഴി GMUPSന്റെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രവേശനോത്സവം. ആനക്കയം പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ സ്കൂളിൽ വെച്ചായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അടൂട്ട് ചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പഞ്ചായത്ത് സാരഥികളും സ്കൂൾ PTA-യും സ്കൂൾ അധികൃതരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ഗംഭീരമാക്കി. നവാഗതർക്ക് കിറ്റ്, ബലൂൺ, കിരീടം എന്നിവ നൽകിയതിനു പുറമെ പായസ വിതരണവും ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾക്ക് പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് ക്ലാസുകളും ഉണ്ടായിരുന്നു. പരിസ്ഥിതി ദിനം. ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് ശേഖരണം, വിതരണം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ഹരിതാപമാക്കാം അമ്മയെ എന്ന സംഗീത ശില്പം കുട്ടികൾ അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു. കൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീ ജയപ്രകാശ് VP അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. 1-ാം തരം 1 രക്ഷാകർതൃ സംഗമവും ഗണിത ശില്പശാലയും നടന്നു. ആഘോഷങ്ങളും ആചാരങ്ങളും പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ പെരുന്നാൾ ഗംഭീരമായി ആഘോഷിച്ചു. കുട്ടികൾക്കും അമ്മമാർക്കും മൈലാഞ്ചിയിടൽ മത്സരം, കുട്ടികളുടെ മെഗാ ഒപ്പന, ഈദ് ഇശൽ,
ആശംസാ കാർഡ് നിർമ്മാണം എന്നീ മത്സരങ്ങളും വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. എഴുത്തുകാരൻ കരീം മാഷ് തോണിക്കടവത്ത് വായനാ ദിനം ഉദ്ഘാടനം ചെയ്തതോടൊപ്പം വായനാക്കൂട്ടം ദീക്ഷ എന്ന പേരിൽ ഉദ്ഘാടനം നടത്തി. പുസ്തകമൂല, ചിത്രരചനാ മത്സരം, കവിതാ റിയാലിറ്റി ഷോ, കഥാപാത്ര ആവിഷ്കാരം, അമ്മ ലൈബ്രറി, മക്കൾക്കൊപ്പം സാഹിത്യ ക്വിസ്, സാഹിത്യകാരനുമായി അഭിമുഖം എന്നിവ സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണ സമാപനത്തോടൊപ്പം വിദ്യാരംഗത്തിന്റെയും മറ്റു പല ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം എഴുത്തുകാരിയും നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപികയുമായ ഉഷ കാരാട്ടിൽ നിർവഹിച്ചു. ഈ വർഷത്തെ വായനാവാര പ്രവർത്തനങ്ങൾ സബ് ജില്ലയിലെ മികച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ യോഗ പരിശീലനം സ്കൂളിൽ നടന്നു. ഹരിത ക്ലബിന്റെ ഉദ്ഘാടനവും വിത്ത് വിതരണവും ആനക്കയം കൃഷി ഓഫീസർ ശ്രീ സമീർ സാർ നിർവഹിച്ചു. കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. പരിസ്ഥിതി പരിഷ്കാരത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ ഹരിത കേരളം മിഷൻ പരിപാടിയിൽ നമ്മുടെ സ്കൂളിന് എ ഗ്രേഡും സർട്ടിഫിക്കറ്റും ലഭിച്ചു. ബഷീർ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ പ്രദർശനവും ബഷീർ കഥാപാത്രങ്ങൾ നേർക്കാഴ്ചയിൽ വന്ന് ആശയങ്ങൾ കൈമാറിയതും നല്ലൊരു അനുഭവമായി. ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. തന്മയയെ സ്കൂൾ ലീഡറായും ഫാത്തിമ മിഷ്ഫയെ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുത്ത് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാക്കി. വിദ്യാരംഗം, മലയാളം, ലൈബ്രറി എന്നീ ക്ലബ്ബുകൾ ഒരുമിച്ച് ചേർന്ന് ദീക്ഷ കുട്ടി വായനക്കൂട്ടം മഞ്ചേരി പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. മലയാളം സർവകലാശാല, തുഞ്ചൻ പറമ്പ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. ചാന്ദ്രദിനത്തിൽ ചാന്ദ്രദിന ക്വിസ്, കൊളാഷ് നിർമ്മാണം എന്നിവ നടത്തി കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് SS ക്ലബിന്റെ നേതൃത്വത്തിൽ ടാബ്ലോ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ദിനത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ HM-ഉം PTA പ്രസിഡന്റും ചേർന്ന് പതാക ഉയർത്തി. കുട്ടികളുടെ വിവിധ പരിപാടികളും പായസ വിതരണവും ഉണ്ടായിരുന്നു. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ LSS USS വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. കൂടാതെ നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകരായ HM ലത്തീഫ് മാഷും മിനി ടീച്ചർ, അലിമ ടീച്ചർ എന്നിവരെയും പൊന്നാട അണിയിച്ചു. ട്രെയിനീസ് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും പൂച്ചെണ്ട് നൽകി. ഓണം നല്ല ഓളം എന്ന പേരിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ തിമിർത്തു. 1 മുതൽ 7 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വടംവലി, അധ്യാപകരുടെ വടംവലി, മെഗാ തിരുവാതിര, പൂക്കള മത്സരം, നാരങ്ങ സ്പൂൺ, ചാക്കിലോട്ടം, മെഴുകുതിരി കത്തിക്കൽ, മിഠായി പെറുക്കൽ എന്നീ മത്സരങ്ങൾ നടത്തി. കൂടാതെ ഗംഭീരമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ മഞ്ചേരിയിലെ സാന്ത്വന സദനം സന്ദർശിച്ച് ഒരു ദിവസത്തെ ആഹാരം അവിടുത്തെ അന്തേവാസികൾക്ക് നൽകി. കേരള പിറവി ദിനവും മലയാള ദിനവും നവംബർ 1 ആചരിച്ചു. കേരള മാതൃകാ നിർമ്മാണ മത്സരം, കേരള ഗാനം, റേഡിയോ അവതരണം എന്നിവ സംഘടിപ്പിച്ചു. ലോക ഉറുദു ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം നടത്തി. നവംബർ 14 കുട്ടികളുടെ ദിനമായി അങ്ങ് ആചരിച്ചു. ശിശുദിന ക്വിസ്, കുട്ടികളുടെ പരിപാടികൾ, ചാച്ചാജി വേഷക്കാർ, ചാച്ചാജിക്കൊരു കത്ത്, തൊപ്പി നിർമ്മാണം, പനിനീർപ്പൂ നിർമ്മാണ മത്സരം എന്നിവ നടത്തി. ഇരുമ്പുഴി അങ്കണവാടി കുട്ടികളുടെ ശിശുദിന റാലിക്ക് വമ്പിച്ച സ്വീകരണം നൽകുകയുമുണ്ടായി. അപ്പോൾ ഒന്നാം സ്ഥാനം ഏത് ഭാഷക്കാണ്? ഒന്നാം സ്ഥാനം ഫ്രഞ്ച്. അപ്പോൾ രണ്ടാം സ്ഥാനമോ? അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും അസംബ്ലി നടത്തി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആചരിച്ചു. ക്രിസ്മസ് ട്രീ നിർമ്മാണം, സ്റ്റാർ നിർമ്മാണം, ആശംസാ കാർഡ് നിർമ്മാണം, ക്രിസ്മസ് ഗാനങ്ങൾ, നൃത്ത ചുവടുകൾ, പുൽക്കൂട് ഒരുക്കൽ എന്നിവ നടത്തുകയുണ്ടായി. ന്യൂ ഇയർ ആഘോഷിക്കാൻ എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം നടത്തി. HM കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെയും മധുര വിതരണത്തോടെയും ആചരിച്ചു. വിവിധ മത്സരങ്ങളും പരിപാടികളും നടത്തുകയുണ്ടായി. മലയാള ഭാഷാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ ക്ലാസ്സിലും പതിപ്പ് നിർമ്മിച്ചു. പ്രസംഗ മത്സരവും നടത്തുകയുണ്ടായി. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ
2024-25 അധ്യയന വർഷത്തിൽ നേടിയ പഠന ലക്ഷ്യങ്ങളും പഠന ആശയങ്ങളും പഠന മികവുകളും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും മുമ്പിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പഠനോത്സവം സ്കൂളിൽ സംഘടിപ്പിച്ചു. വാനനിരീക്ഷണ ക്യാമ്പയിൻ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു. SS ക്ലബിന്റെ നേതൃത്വത്തിൽ നിയമവും സമൂഹവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നടന്നു. സ്കൂളിന്റെ തനതു പ്രവർത്തനമായ വിനറ്റ് 100 പദ്ധതിയുടെ മെഗാ ക്വിസ് നടത്തി വിജയികളെ കണ്ടെത്തി. നീണ്ട അധ്യാപന ജീവിതത്തിനു ശേഷം വിരമിക്കുന്ന നമ്മുടെ അധ്യാപകരെക്കുറിച്ച് ഒരൽപ്പം പറയട്ടെ. സുദീർഘമായ 36 വർഷത്തെ സേവനത്തിനു ശേഷം പ്രിയ ഹെഡ് മാസ്റ്റർ ശ്രീ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. 1989 വള്ളിക്കാപ്പറ്റ AMLP സ്കൂളിൽ അധ്യാപനത്തിന് തുടക്കം കുറിച്ചു. 4 വർഷത്തെ എയ്ഡഡ് സർവീസും 32 വർഷത്തെ ഗവൺമെന്റ് സർവീസും ചേർത്ത് നീണ്ട 36 വർഷങ്ങൾ. GMUPS ചെമ്മങ്കടവിലും തുടർന്ന് നമ്മുടെ സ്കൂളിലും 5 വർഷക്കാലമായി പ്രധാനാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ജോലി ചെയ്ത വിദ്യാലയത്തിൽ തുടർച്ചയായി 10 വർഷത്തോളം സ്കൗട്ടിന്റെ ചുമതല വഹിക്കുകയും വിദ്യാർത്ഥികൾക്ക് ബാൻഡ് പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അധ്യാപക പരിശീലനങ്ങളിൽ ഇംഗ്ലീഷ് വിഷയത്തിന്റെ RP തിളങ്ങാനും അവസരം ലഭിച്ചു. ഇങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു വരുന്ന ലത്തീഫ് സാറിന് കുടുംബത്തോടൊപ്പം സമാധാനവും സന്തോഷവും നിറഞ്ഞ തുടർജീവിതം ആശംസിക്കുകയും ആയുരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്യുന്നു. 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുകയാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ അലീമ ടീച്ചർ. 7 വർഷം മഞ്ചേരി HMY HSSലും 24 വർഷം നമ്മുടെ ഈ സ്കൂളിലും സേവനമനുഷ്ഠിച്ചു. ഇക്കാലയളവിൽ ഹിന്ദി, സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തു. ശാസ്ത്ര മാജിക്കിലൂടെ സയൻസ് ക്ലാസുകൾ സജീവമാക്കാനും ശിശു കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആകർഷിക്കാനും അലീമ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ഏറെ അറിവും താല്പര്യവുമുള്ള വ്യക്തിയാണ് ടീച്ചർ എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. തുടർന്നും ടീച്ചറുടെ ജീവിതം സുഖവും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇരുമ്പുഴി GMUP സ്കൂളിന്റെ ഗാനകോകിലം ശ്രീമതി മിനി TP എന്ന നമ്മുടെ സ്വന്തം മിനി ടീച്ചർ 21 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം നിറസാന്നിധ്യമായും ശബ്ദ സാന്നിധ്യമായും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് മിനി ടീച്ചർ. കലോത്സവങ്ങളിൽ സ്കൂളിന് മികച്ച വിജയം നേടിയെടുക്കാൻ ടീച്ചറുടെ നേതൃത്വം സഹായകമായിട്ടുണ്ട്. കഴിവുറ്റ ഒരു അധ്യാപികയെ മാത്രമല്ല, നല്ലൊരു അനൗൺസറെയും പാട്ടുകാരിയെയും കൂടിയാണ് ടീച്ചറുടെ വിരമിക്കലോടെ ഇരുമ്പുഴി സ്കൂളിന് നഷ്ടമാകുന്നത്. പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്ന ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. സന്തോഷവും സമാധാനവും തുടർന്നും ആശംസിക്കുന്നു. പാഠങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കും അപ്പുറം പാഠ്യേതര പ്രവർത്തനങ്ങളാലും കലാകായിക പ്രവർത്തനങ്ങളിലെ മികവുകളാലും ഇരുമ്പുഴി GMUP സ്കൂൾ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാമതാണെന്ന് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. സ്കൂളിന്റെ പേരും പെരുമയും വാനോളം ഉയർത്താൻ കായികാധ്യാപകൻ ഇസ്മായിൽ മാസ്റ്ററിന്റെ അർപ്പണബോധം സ്തുത്യർഹമാണ്. കായിക പരിശീലനം നടത്താൻ ഒരു ചെറിയ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രാക്ടീസ് നടത്തി മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് നേടിയ നേട്ടങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. സ്കൂൾ ഒളിമ്പിക്സ് 2K24 എന്ന പേരിൽ നടത്തിയ സ്കൂൾ തല കായിക മേളയോടെ തുടക്കം കുറിച്ച് കായികമേളയിൽ വൻ നേട്ടങ്ങൾ കൊയ്യാൻ അദ്ദേഹത്തിനും ടീമിനും സാധിച്ചു. സ്പോർട്സ് ആൻഡ് ഗെയിംസിലെ നേട്ടങ്ങൾ: 17 കുട്ടികൾക്ക് ജില്ലാ ഗെയിംസിൽ മെഡലുകൾ. സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഓവറോൾ UP റണ്ണേഴ്സ്. സബ് ജില്ലാ UP ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ്. സബ് ജില്ലാ സബ് ജൂനിയർ ഖോ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ്. സബ് ജില്ലാ സബ് ജൂനിയർ ബോയ്സ് ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വിന്നേഴ്സ്. സബ് ജില്ലാ സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ്. സബ് ജില്ലാ സബ് ജൂനിയർ ഗേൾസ് കബഡി ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ്. സബ് ജില്ലാ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം. സംസ്ഥാന ജില്ലാ കിഡ്സ് മീറ്റിൽ മികച്ച പ്രകടനം. സബ് ജില്ലാ ജില്ലാ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ മികച്ച പ്രകടനം. സബ് ജില്ലാ സബ് ജൂനിയർ ഗേൾസ് ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ്. സ്കൂൾ തല ശാസ്ത്രമേളയോടെ തുടക്കം കുറിച്ച ഈ വർഷത്തെ ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലെ മികവ് എടുത്തു പറയാതെ വയ്യ. ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പ്രവൃത്തി പരിചയമേള UP വിഭാഗം ഓവറോൾ 1ാം സ്ഥാനം, LP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനം എന്നിവ നമുക്ക് ലഭിച്ചു. ഉപജില്ലാ ഗണിതശാസ്ത്രമേള LP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും UP വിഭാഗം ഓവറോൾ 3ാം സ്ഥാനവും നമുക്ക് ലഭിച്ചു.
ഉപജില്ല സാമൂഹ്യ ശാസ്ത്രമേളയിൽ UP വിഭാഗം ഓവറോൾ 4-ാം സ്ഥാനം നമുക്കായിരുന്നു. ഉപജില്ല IT മേളയിൽ UP വിഭാഗം ഓവറോൾ 2-ാം സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചു. പഞ്ചായത്ത് തല കലാമേളയോടുകൂടി ഈ വർഷത്തെ കലാമേളകൾക്ക് തുടക്കം കുറിച്ചതിൽ LP വിഭാഗം ഓവറോൾ 1-ാം സ്ഥാനം നമുക്കായിരുന്നു. മലപ്പുറം ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം അറബിക്കിൽ ഓവറോൾ 1-ാം സ്ഥാനവും UP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 2-ാം സ്ഥാനവും നാം നേടി. ജില്ലാ കലോത്സവത്തിൽ ഉറുദു കിസിന് 3-ാം സ്ഥാനവും ഹിന്ദി പദ്യം ചൊല്ലൽ, അറബിക് മോണോ ആക്ട് എന്നിവയ്ക്ക് A ഗ്രേഡും ലഭിച്ചു. ഗാന്ധി ദർശൻ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 1-ാം സ്ഥാനം നേടി. ഗാന്ധി ദർശൻ ജില്ലാ കലോത്സവത്തിൽ സ്കിറ്റിന് 1-ാം സ്ഥാനവും നേടുകയുണ്ടായി. ഗാന്ധിയെ അറിയാൻ പഞ്ചായത്ത് തല ക്വിസ് മത്സരത്തിൽ 3-ാം സ്ഥാനം നമുക്ക് ലഭിച്ചു. വിദ്യാരംഗം ഉപജില്ലാതല സർഗോത്സവം പ്രതിഭാ പുരസ്കാരം LP വിഭാഗം കവിതയ്ക്ക് നമ്മുടെ സ്കൂളിന് ലഭിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് തല മത്സരം LP വിഭാഗം 1ഉം 2ഉം സ്ഥാനങ്ങൾ നമുക്കാണ്. നേട്ടങ്ങൾ ഇനിയുമുണ്ട് പറയാൻ. 14 LSSഉം 5 USSഉം നമുക്ക് നേടാനായി. ഈ വർഷവും കുട്ടികൾക്ക് പ്രത്യേകം കോച്ചിംഗ് നൽകാനായിട്ടുണ്ട്. LSSലും USSലും ഈ വർഷവും നമുക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക വിജയസ്പർശം ക്ലാസുകൾ നൽകി വരുന്നു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം മാനസികോല്ലാസവും പ്രധാനമാണെന്നതിനാൽ ഓരോ ക്ലാസ്സിനും പഠനയാത്രകളും ഫീൽഡ് ട്രിപ്പുകളും സംഘടിപ്പിച്ചു. അതുപോലെ കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് നല്ലൊരു ഉച്ചഭക്ഷണ പദ്ധതി നമ്മുടെ സ്കൂളിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഭക്ഷണവും നൽകാനായിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകാനായി. കൂടാതെ ഡിജിറ്റൽ ക്ലാസ് റൂം, 7000-ഓളം പുസ്തകങ്ങളുള്ള വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ റൂം എന്നിവ നമ്മുടെ മേന്മയിൽപ്പെടുന്നു. ഇരുമ്പുഴിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ബസ് സൗകര്യം ഏർപ്പെടുത്തിയത് നല്ലൊരു നേട്ടമായി. ഇരുമ്പുഴി സ്കൂളിന്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കാൻ നമ്മോടൊപ്പം നിൽക്കാൻ ആനക്കയം ഗ്രാമപഞ്ചായത്തും PTA അംഗങ്ങളും ഉണ്ടെന്നുള്ളതിന് തെളിവാണ് പാചകപ്പുരയുടെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതർ ധാരാളം ബെഞ്ചുകളും ഡെസ്കുകളും നൽകുകയുണ്ടായി. പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഇരുമ്പുഴി GMUP സ്കൂളിന് മികച്ച സ്ഥാനം നൽകി വരുന്നു എന്നത് അഭിമാനാർഹം തന്നെ. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി പത്രം സ്പോൺസർ ചെയ്യാനും സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യാനും നമ്മുടെ രക്ഷാകർതൃ സമിതിക്കായി എന്നതും നമ്മുടെ നേട്ടം തന്നെ. ഈ കലാലയത്തിന്റെ ഇന്നോളം ഉണ്ടായിട്ടുള്ള പുരോഗതികൾ മുഴുവനും നേടിയിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും അധ്യാപകരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ്. എല്ലാവരുടെയും നിസ്തുലമായ സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ഡിജിറ്റൽ റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അല്ലു, എത്ര നേരാലേ നമുക്ക് വേണ്ടി ആ ടീച്ചർ പറഞ്ഞു തന്നേ. ഇനിയും എത്രയോ പ്രവർത്തനങ്ങൾ പറയാനുണ്ടത്രേ. എത്ര നല്ല ടീച്ചേഴ്സ്, എന്ത് നല്ല സ്കൂൾ. അല്ലുവിന് ഇഷ്ടായില്ലേ? ഇനി എൻ്റെ അല്ലുവിൻ്റെ കൂടി സ്കൂളാണത്. ഒരുപാട് ഇഷ്ടായി എൻ്റെ പുതിയ സ്കൂൾ, ഇരുമ്പുഴി GMUP സ്കൂൾ.